ഹായ് ഫ്രണ്ട്സ്, PSC വേഡിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന ടോപ്പിക്സിൽ നിന്നും സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ആണ് പഠിക്കാൻ പോകുന്നത്. LDCയുടെ മെയിൻ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനൽ PSC വേഡിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച വർഷം. സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച വർഷം 1875 ഒക്ടോബർ 31. 1875 ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച വർഷം. രാഷ്ട്രീയ ഏകത ദിവസമായി ആചരിക്കുന്നത് ഏത് സ്വതന്ത്ര സമര സേനാനിയുടെ ജന്മദിനമാണ്? രാഷ്ട്രീയ ഏകത ദിവസമായി ആചരിക്കുന്നത് ഏത് സ്വതന്ത്ര സമര സേനാനിയുടെ ജന്മദിനമാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകത ദിവസമായി ആചരിക്കുന്നത്. ഏത് സ്വതന്ത്ര സമര സേനാനിയുടെ ജന്മദിനമാണ് എന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ജന്മസ്ഥലം ഗുജറാത്തിലെ നാദിയാദ്. ഓക്കെ, 1875 ഒക്ടോബർ 31 ജനിച്ച വർഷം. രാഷ്ട്രീയ ഏകത ദിവസമേ ആചരിക്കുന്നത് ഏത് സ്വതന്ത്ര സമര സേനാനിയുടെ ജന്മദിനമാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകത ദിവസമേ ആചരിക്കുന്നത്. ജന്മസ്ഥലം നാദിയാദ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങൾക്കും സാമ്പത്തിക നയങ്ങൾക്കും വേണ്ടി പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? മൗലിക അവകാശങ്ങൾക്കും സാമ്പത്തിക നയങ്ങൾക്കും വേണ്ടി പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനം. 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിലൂടെയാണ് മൗലികാവകാശങ്ങൾക്കും സാമ്പത്തിക നയങ്ങൾക്കും വേണ്ടി പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങൾക്കും സാമ്പത്തിക നയങ്ങൾക്കും വേണ്ടി പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പട്ടേൽ അധ്യക്ഷ പദവി വഹിച്ച കമ്മിറ്റികൾ ഏതൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷ പദവി വഹിച്ച കമ്മിറ്റികളാണ് മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷം. മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷം. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പട്ടേൽ അധ്യക്ഷ പദവി വഹിച്ച കമ്മിറ്റികൾ ഏതൊക്കെയാണ്? മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷം. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി. ഓക്കെ, ഓർത്തിരിക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പട്ടേൽ അധ്യക്ഷ പദവി വഹിച്ച കമ്മിറ്റികൾ ഏതൊക്കെയാണ്? മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷം. ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി എന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി എന്ന് ചോദിച്ചാലും ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ യോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ യോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ യോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി. അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ യോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സർദാർ വല്ലഭായ് പട്ടേലിനെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സഹായിച്ച മലയാളി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലിനെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സഹായിച്ച മലയാളിയാണ് VP മേനോൻ. ആരാണ്? VP മേനോനാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സഹായിച്ച മലയാളി. അടുത്ത ക്വസ്റ്റ്യൻ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സ്വീകരിച്ച നടപടി എന്താണ്?
സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സ്വീകരിച്ച നടപടിയാണ് ഓപ്പറേഷൻ പോളോ. 1948 നടന്നിട്ടുള്ള ഓപ്പറേഷൻ പോളോ ആണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സ്വീകരിച്ച നടപടി. ഓർത്തിരിക്കുക. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഓർത്തിരിക്കുക, ഹൈദരാബാദിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. സർദാർ പട്ടേലിനെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സഹായിച്ച മലയാളി ആരാണ്? വി.പി. മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സ്വീകരിച്ച നടപടിയാണ് ഓപ്പറേഷൻ പോളോ. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. 1918 സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത സമരം ഏതാണ്? 1918 സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത സമരമാണ് ഗേദ കർഷക സമരം. ഗേദ കർഷക സമരമാണ് 1918 സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത സമരം. 1928 ബർദോളി സമരനായകൻ എന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. 1928 ബർദോളി സമരനായകൻ എന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. മാറിപ്പോവരുത്. ഓക്കെ, 1918 സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത സമരം ഏതാണ്? ഗേദ കർഷക സമരമാണ്. 1918 ഗേദ കർഷക സമരം നടക്കുന്നത്. ഓർത്തിരിക്കുക വർഷം. 1928 ബർദോളി സമരനായകൻ എന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. 1928 ബർദോളി സമരം നടക്കുന്നത്. സമരനായകൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിനു സർദാർ എന്ന ബഹുമതി നൽകിയത് ആരാണ്? ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിനു സർദാർ എന്ന ബഹുമതി നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഓർത്തിരിക്കുക, ഇത് സത്യാഗ്രഹത്തെ തുടർന്നാണ് വല്ലഭായ് പട്ടേലിനു സർദാർ എന്ന ബഹുമതി ഗാന്ധിജി നൽകിയിട്ടുള്ളത്. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്നാണ്. ഓർത്തിരിക്കുക, ബർദോളി സത്യാഗ്രഹം 1928 ബർദോളി സമരനായകൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിനു സർദാർ എന്ന ബഹുമതി നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധിജിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥാപിതമായത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് ഏകതാ പ്രതിമ. അത് സ്ഥാപിതമായത് ഗുജറാത്തിൽ നർമ്മദ നദിക്ക് കുറുകെ സർദാർ സരോവർ ഡാമിലാണ്. ഗുജറാത്തിൽ നർമ്മദ നദിക്ക് കുറുകെ സർദാർ സരോവർ ഡാമിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഉയരം 182 മീറ്റർ, അടിയാണെങ്കിൽ 597. ഓർത്തിരിക്കുക, 182 മീറ്ററും 597 അടിയുമാണ് ഗുജറാത്തിലെ നർമ്മദ നദിക്ക് കുറുകെ സർദാർ സരോവർ ഡാമിൽ സ്ഥാപിതമായിട്ടുള്ള ഏകതാ പ്രതിമയുടെ ഉയരം. ഓക്കെ, ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ ബഹുമതി നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധിജിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥാപിതമായത് ഗുജറാത്തിൽ നർമ്മദ നദിക്ക് കുറുകെ സർദാർ സരോവർ ഡാമിലാണ്. ഉയരം 182 മീറ്ററും 597 അടിയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏകതാ പ്രതിമയുടെ ശില്പി ആരാണ്? ഏകതാ പ്രതിമയുടെ ശില്പി? റാം വി സുധർ ആണ് ഏകതാ പ്രതിമയുടെ ശില്പി. സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഏകതാ പ്രതിമയുടെ ശില്പി ആരാണ്? റാം വി സുധർ ആണ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.